സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസാണ്. IFFK സ്ക്രീനിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ രഹസ്യമൊഴി നൽകിയ അതിജീവിത. IFFKയിലെ ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തകയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയത്. കേസിൽ കന്റോൺമെന്റ് പോലീസ് വൈകാതെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇടത് സഹയാത്രികനായ മുൻ MLA സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണുള്ളത്. അതായത് ആ ഹോട്ടലിൽ വെച്ച് നടന്ന ലൈംഗിക അതിക്രമം, ആ സമയത്ത് അതായത് ഈ പരാതിക്കാർ പറയുന്ന സമയത്ത് PT കുഞ്ഞുമുഹമ്മദ് അവിടെ ഉണ്ടായിരുന്നു, ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ, CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. ഈ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ ഇനി എന്തായിരിക്കും കന്റോൺമെന്റ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ? IFFKയിലെ ജൂറി അംഗമായ ഈ അതിജീവിത രഹസ്യമൊഴി കൂടി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കന്റോൺമെന്റ് പോലീസാണ് കേസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. കന്റോൺമെന്റ് പോലീസ് ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായി പറയുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണം എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായി IFFKയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. അതായത് ഈ പരാതിക്ക് ഇടയാക്കിയ സാഹചര്യം, അപ്പോൾ മറ്റാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ നവംബർ മാസം അവസാന വാരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ വെച്ചാണ് ഈ പരാതിക്കിടയാക്കിയ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. അതിൽ ഭക്ഷണം കഴിക്കാനെന്ന പേരിൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് IFFKയിലെ ജൂറി അംഗം തന്നെയായ മറ്റൊരു ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. തുടർന്നാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഈ പരാതി രഹസ്യമായി അന്വേഷണത്തിന് കൈമാറുകയും പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു നിയമസാധുത കൈവന്നിരിക്കുന്നു രഹസ്യമൊഴി നൽകിയതിലൂടെ. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കേണ്ടത് പോലീസിന് മുമ്പിൽ ഒരു അനിവാര്യതയായി മാറും. അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ PT കുഞ്ഞുമുഹമ്മദിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്തേക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായും ഈ PT കുഞ്ഞുമുഹമ്മദിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്ത ദിവസം തന്നെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി, അതായത് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയുന്നതിന് മുൻപ് തന്നെ അത്തരം നടപടികളിലേക്ക്, ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമോ? ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു നീക്കങ്ങളിലേക്ക് കടക്കാൻ വഴിയുള്ളൂ. പക്ഷേ സാധാരണ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് പോലെ ഈ അതിജീവിത കൈമാറിയിരിക്കുന്ന പരാതിയിലെ അല്ലെങ്കിൽ അവരുടെ മൊഴിയിലെ വിവരങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഈ ചലച്ചിത്ര അക്കാദമിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നതാണ് വിവരം. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ ശേഖരിച്ച് പരമാവധി ആളുകളുടെ മൊഴി എടുക്കാനുള്ളൊരു നീക്കമായിരിക്കും നടത്തുക. അതോടൊപ്പമാണ് ഈ ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാനുള്ള ഒരു നീക്കം പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില, അതായത് ഈ PT കുഞ്ഞുമുഹമ്മദിൻ്റെ മുറിയിലേക്ക്, ഈ ഹോട്ടൽ മുറിയിലേക്ക് ഇവർ എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് കന്റോൺമെന്റ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഡാൻ, നമുക്കറിയാം ഈ കേസ് പ്രധാനമായും പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചൊരു ആക്ഷേപം ഇതായിരുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം. രണ്ട് സ്വഭാവമുള്ളതാണ്. അവിടെ അല്പം കൂടെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി. കാരണം ലൈംഗിക അതിക്രമം മാത്രമല്ല, അവിടെ ഗർഭചിത്രം നടത്തിയെന്നൊരു പരാതി, കേസ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടി PT കുഞ്ഞുമുഹമ്മദിൻ്റെ കേസിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അവിടെ ഈ കേസെടുക്കുന്നതിൽ പോലും കാലതാമസം ഉണ്ടായെന്നും ഈ മറ്റ് നടപടികളിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്നുണ്ടോ? ആ ആക്ഷേപം നിലനിൽക്കുന്നുണ്ടോ? കാരണം ഈ കേസ് അട്ടിമറിക്കാൻ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തോട് അനുഭവം പുലർത്തിപ്പോരുന്ന ഒരു സംവിധായകനാണ്, കലാകാരനാണ്. അങ്ങനെ ഈ കേസിലൊരു അട്ടിമറി ആശങ്ക അതിജീവിതയ്ക്കുണ്ടോ?
അങ്ങനെ ഒരു കാര്യം നമുക്കറിയത്തില്ല. മാത്രമല്ല, രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ കേസ് വന്ന് ഇതുവരെ രാഹുൽ മങ്കൂട്ടത്തിലെ ഒരു തവണ പോലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. മാത്രമല്ല, രാഹുൽ മങ്കൂട്ടത്തിനെ കൃത്യമായ സമയത്ത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുകയോ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് പിടികൂടാൻ കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്തതാണ് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ ഒരു ഇരട്ട നീതി, രാഹുൽ മങ്കൂട്ടത്തിലിനോടും PT കുഞ്ഞുമുഹമ്മദിനോട് രണ്ട് നീതി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഏറെക്കുറെ സമാനമായ തരത്തിലാണ് നിയമപരമായ നടപടികൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷമാണ് പോലീസ് തുടർ നീക്കങ്ങളിലേക്ക് ആദ്യത്തെ കേസിൽ, രാഹുലിൻ്റെ കേസിൽ കടന്നത്. സമാനമായ തരത്തിൽ തന്നെ ഈ PT കുഞ്ഞുമുഹമ്മദുമായി ബന്ധപ്പെട്ട സംഭവത്തിലും കോടതിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ കൂടി മനസ്സിലാക്കിയതിന് ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ളൊരു നീക്കമായിരിക്കും കന്റോൺമെൻറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പരാതി അതീവ രഹസ്യമായിട്ടാണ് ആദ്യം ഇത് കൈകാര്യം ചെയ്തത്. കാരണം നമുക്കറിയാം, IFFK മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ജൂറി അംഗത്തിനെതിരെ മറ്റൊരു ജൂറി അംഗം പരാതി നൽകുക എന്ന് പറയുന്നത് അത് IFFKയുടെ യശസ്സിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ നീക്കങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പോലീസിന് പരാതി കൈമാറുകയും അതിൽ പരിശോധന നടത്തുകയും ഹോട്ടൽ മുറിയിൽ നിന്ന് ആരോപണത്തിന് അല്ലെങ്കിൽ പരാതി ശരിവെക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തതോടെ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ. പക്ഷേ പിന്നീടത് വാർത്ത പുറത്തേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഈ അതിജീവിത ഇന്നലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമായി മൊഴി നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലം വളരെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ആ പശ്ചാത്തലത്തിലാണ് തുടർ നീക്കത്തിൻ്റെ ഭാഗമായി, തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവിടെ തുല്യ നീതിയാണ് ഈ രണ്ട് കേസുകളിലും എടുക്കേണ്ടത്. കാരണം രണ്ടിടത്തും സ്ത്രീകളാണ് ചൂഷണത്തിന് ഇരയായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടണം. അതോടൊപ്പം തന്നെ ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള ലൈംഗികാരോപണ കേസിലും അതേ രീതിയിൽ തന്നെ ഉള്ള ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട